പറക്കാൻ വേറൊരു തരത്തിൽ പറഞ്ഞ പൈലറ്റ് ആവാൻ ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ശരിക്കും എങ്ങനെയാണ് ഒരു പൈലറ്റ് ഉണ്ടായി വരുന്നത് എന്നുള്ള അവബോധം കുറവാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയട്ടെ, അത്യാവശ്യം നല്ല കാശ് ചിലവുള്ള ഒരു പരിപാടിയാണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു വഴിയാണുള്ളത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് വേറെ ഒന്നുമല്ല, എയർഫോഴ്സ് ചേരുക എന്നുള്ളത് മാത്രമാണ്. ഇനി അതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് NDAക്ക് പ്രിപ്പയർ ചെയ്യുക, എയർഫോഴ്സ് ചേരുക. കുറച്ചു കാലം സർവീസ് കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു വന്ന് വേണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലും ഇതേപോലെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടും, നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരേ ഒരു മാർഗം. അതല്ലാതെ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ട് ഇതേപോലെ CPL എന്ന് പറയും, കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ചാണ്. അവർക്കൊരു ടെസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യുന്ന ഡേറ്റും ആയിട്ടുണ്ട്. ഏപ്രിൽ 13 വരെയാണ് അതിനുള്ള ഡേറ്റ്. എന്താ അതിന്റെ ഡീറ്റെയിൽസ് നമ്മളൊക്കെ നോക്കാം. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉറാൻ അക്കാദമി UPയിലുള്ള ഒരു സ്ഥാപനമാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അവർക്കൊരു 125 സീറ്റ് ഉണ്ട് ഈ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിന് ഒരു വർഷം. അപ്പോൾ അതിന്റെ സംഭവങ്ങൾ എങ്ങനെയാണ് അതിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്ന നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിൽ സാധാരണ എന്താ പറയുക, മാത്സും ഫിസിക്സും കുറച്ച് ഇംഗ്ലീഷും റീസണിങ്ങും കറണ്ട് അഫയേഴ്സും പോലുള്ള സാധനങ്ങളൊക്കെയാണ് ചോദിക്കുക. അത് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക പൈലറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അത് കൈൻഡ് ഓഫ് ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ആണ്. അങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും. അത് കഴിഞ്ഞാൽ അവസാനം ഒരു മെഡിക്കൽ സംഭവം ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞാലാണ് നിങ്ങൾ അതിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു CPL പ്രോഗ്രാമിലോട്ട് അവർ എൻറോൾ ചെയ്യുക. 125 സീറ്റാണുള്ളത്, നേരത്തെ പറഞ്ഞ മാതിരി. ഇനി അതിന്റെ ബാക്കി എന്താ പറയുക ഇമ്പോർട്ടൻസ് സാധനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ഏപ്രിൽ 13 വരെയാണ്. ഇപ്പം ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ടല്ലോ, അതിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 13 അധികം സമയമില്ല. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. പക്ഷേ ഫീസ് നമ്മളൊക്കെ പറയാൻ അതുകൊണ്ട് കേട്ടിട്ട് മതി. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് കൈൻഡ് ഓഫ് ഒരു ലൈസൻസ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഗ്രിയും പരിപാടികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ 2 വർഷത്തെ ഒരു സംഭവമായിരിക്കും ഇതുണ്ടാവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 20 വയസ്സാകുമ്പോഴേക്കും തന്നെ ഒരു പൈലറ്റ് ആവാൻ പറ്റും എന്നുള്ളതാണ് സത്യാവസ്ഥ. ഇത്ര മണിക്കൂർ ഒരു ഫ്ലൈറ്റ് ഓടിച്ചിട്ട് നിങ്ങൾക്ക് ആ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ 8 എടുക്കുക എന്നൊക്കെ പറയില്ല. അതേമാതിരി ഇത്ര മണിക്കൂർ എന്താ പറയുക ഈ ഒരു പ്രത്യേക വിമാനം ഓടിക്കണം എന്നൊക്കെ ഉള്ളതാണ് പൈലറ്റ് ലൈസൻസ് എടുക്കുന്നതിൻ്റെ ഒരു സംഭവമൊക്കെ. അപ്പോൾ ഒരു പക്ഷേ അത് കുറച്ച് നീണ്ടു പോകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്നാലും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് തന്നെ ഇത് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ മാതിരി ഇതൊരു ഡിഗ്രി കോഴ്സ് അല്ല. പക്ഷേ ഇതിന്റെ ഒപ്പം ഡിഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയും ഒരു എന്താ പറയുക ഒരു പ്രൊഫഷൻ ഉണ്ട്. BSc ഏവിയേഷൻ എന്ന് പറഞ്ഞ ഡിഗ്രി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിന് 40 സീറ്റേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി ഇതിന്റെ മെയിൻ സംഭവം ഫീസിലോട്ട് വരാം. ചില്ലർ ഫീസൊന്നുമല്ല, 55 ലക്ഷം രൂപയാണ് ഇതിന്റെ ഫീസായിട്ട് വരുന്നത്. ഓക്കെ, ഇതിന്റെ ഫീസ് മാത്രം 55 ലക്ഷം രൂപയാണ്. അതിന്റെ ഒപ്പം തന്നെ ട്യൂഷൻ ഫീസ്, താമസ ഫീസ്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ അതിന്റെ എക്സ്ട്രാ വരും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്ര മണിക്കൂർ ഒരു ഫ്ലൈറ്റ് ഓടിക്കണമെന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അത്യാവശ്യം കാശ് നല്ല രീതിക്ക് ചിലവാകുന്നുള്ളതാണ്. മൊത്തം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80 ലക്ഷമൊക്കെ എന്തായാലും മിക്കവാറും കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും വരുമെന്നുള്ളതാണ്. ഓക്കെ, ഈ ചീപ്പായിട്ടുള്ള ഓപ്ഷൻസ് വേറെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രൈവറ്റിൽ ഓഫ്കോഴ്സ് ഇതിനെക്കാട്ടും കൂടുതലായിരിക്കും. പക്ഷേ വേറെ രാജ്യത്തൊക്കെ പോയിട്ട് ചെയ്യാനുള്ള ഒരു പ്രൊഫഷനും കൂടി ഉണ്ട്. പക്ഷേ പലപ്പോഴും അത് കാര്യമായിട്ട് പഠിച്ചിട്ട് ചെയ്യുക, കാരണം സ്കാമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്രയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്.